നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഇതിലെ നിത്യജീവിതത്തിലെ ആചാരങ്ങളിൽ അതിലുള്ള അന്ധവിശ്വാസങ്ങളെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് മരണത്തെ ആണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. മരണഭയമാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ ഭയത്തിൻ്റെ ആ ഭയത്തിൽ നിന്നാണ് വിശ്വാസങ്ങൾ പലതും ഉണ്ടാകുന്നത്. ഇപ്പോൾ പട്ടി, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി ഒരു ഓലിയിടൽ സംഭവമുണ്ടല്ലോ, അങ്ങനെ ഇട്ടാൽ ഒരു മരണം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള വിശ്വാസം സജീവമാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അത് ചിലപ്പോൾ ദുർഭരണം ആണെന്നുള്ളൊക്കെ വരാറുണ്ട്. ഈ ആത്മഹത്യ, തൂങ്ങിച്ചാകൽ, അങ്ങനെയൊക്കെയുള്ള സാധനം വരാറുണ്ട്. അതിൽ കുർണി എന്നൊരു പക്ഷിയുണ്ടല്ലോ, കുർണിയുണ്ട്. അതെ, ഇത് മരണം ഉറപ്പ്. ഇങ്ങനെ ഈ ഉറപ്പ്, അതായത് ഉറപ്പാണ് ഇത് മരണ വാർത്ത അറിയും, നമ്മളൊരു മരണ വാർത്ത അറിയും എന്ന് സാധനം. അതുകൊണ്ട് ഈ പക്ഷി ഓട്ടിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ പട്ടിയെ നമ്മൾ ഇങ്ങനെ ഓലിടുമ്പം പോയി ഇരിക്കാറുണ്ട്. പട്ടിയെ ഓലിടുന്ന വേറെ കാരണങ്ങൾ പറയുന്നുണ്ട്, പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരു പട്ടി ഇട്ട അടുത്ത പട്ടി അതേപോലെ ഓടിക്കാറുണ്ട്. അപ്പൊ ഇത് ഈ വിശ്വാസം ഈ നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളം സ്വീകാര്യതയായ എങ്ങനെയാണ്? അല്ല, അത് ഈ മനുഷ്യന്റെ കൂടെ ആദ്യം കൂട്ടുകൂടിയ ജന്തു പട്ടിയാണ് എന്ന് നരവംശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പട്ടിയെ സംബന്ധിച്ച് പട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വന്നു. പട്ടി വന്നു കയറിയാൽ അപകടമാണ്. ഒരു പട്ടി എവിടെന്നെങ്കിലും ഒരു പട്ടി വീട്ടിലേക്ക് വന്നു കയറിയാൽ അപകടമാണ്. കാര്യം ആ കുടുംബം നാരായ പേരറ്റു പോകുന്നു. എന്നാൽ പൂച്ച വന്നു കയറിയാൽ ഐശ്വര്യമാണ്. കാര്യം പൂച്ച ഇന്ത്യയിലെ മൃഗമല്ല, അത് ഈജിപ്തിൽ നിന്ന് വന്നതാണ്. ഈജിപ്തുകാരുടെ ദേശീയ മൃഗമായിരുന്നു ഒരു കാലത്ത് പൂച്ച. അപ്പൊ ഈ പൂച്ച വന്നു കയറിയാൽ, പൂച്ച കറുത്ത പൂച്ച എണ്ണത്തിൽ കറുത്ത പൂച്ച കണ്ടുകൂടാ, കറുപ്പല്ലാത്ത പൂച്ചകൾ ഐശ്വര്യദായകമാണ്. അപ്പൊ അങ്ങനെ ഒരു സങ്കല്പം പൂച്ചയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ പൂച്ച വിദേശിയാണ്. എപ്പോഴും നമ്മൾ വിദേശിയെ ഈ പറഞ്ഞ പോലെ സ്വീകരിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ ഒരു മനോഭാവമാണ്. പട്ടി പ്രാദേശികമാണ്. അതുകൊണ്ടാണ് പട്ടിക്ക് പുറത്ത് സ്ഥാനവും. നമ്മൾ യൂറോപ്പിൽ നോക്കിയേ, തിരിച്ചാൽ അവിടെ പട്ടിക്ക് അകത്താണ് സ്ഥാനം. പോമറേനിയനെ പോലുള്ള പട്ടികളെ അവരകത്ത് വളർത്തും, നമ്മൾ പട്ടിയെ പുറത്ത് വളർത്തുന്നതിന് കാരണം അതാണ്. തദ്ദേശീയ സാധനത്തിന് നമുക്ക് അത്ര വലിയ താല്പര്യമില്ല, വിദേശിയോടുള്ള നമ്മുടെ ഒരു പ്രതിപത്തിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ ഈ പട്ടി കാലന്റെ പ്രതീകമായിട്ടാണ് കാലൻ. അപ്പൊ നമ്മുടെ ഈ കാലനെ ഈ മരണത്തിനൊരു ദൈവമുണ്ട് നമുക്ക്. മരണത്തിന്റെ ദൈവം എന്ന് പറയുന്നത് ശിവനെയും പറയാറുണ്ട്, കാലനെയും പറയാറുണ്ട്. അപ്പൊ ഇവിടെ കാലന്റെ പ്രതീകമാണ് പട്ടി. അപ്പൊ പട്ടി എപ്പോഴും സാധാരണഗതിയിൽ തെക്കോട്ടാണ് ഓലി ഇടുന്നതെങ്കിൽ കൃത്യമായി മരണം സംഭവിച്ചിരിക്കും. തെക്കോട്ട് തിരിഞ്ഞതാണ്. പട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. പട്ടി ഓലി ഇടുന്നത് മറ്റ് ചില ശാസ്ത്രീയ കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പട്ടി കാലനെ വിളിച്ചു വരുത്തുന്നു എന്നാണ് ആ വിളി അങ്ങനെയാണ്. വേറെ പട്ടി അതുപോലെ വിളിക്കും. പക്ഷെ ആ പട്ടി വിളിക്കുന്ന അവര് അതിന് പരിഹാരം കണ്ടോളും. നമ്മളെ പട്ടി വിളിച്ചാൽ നമ്മൾ പരിഹാരം കാണണമെന്നാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സങ്കല്പം. അപ്പൊ ഈ പട്ടി, പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കാണേണ്ടത്, പട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നായ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പണ്ട് പട്ടി എന്ന് പറഞ്ഞാൽ അതല്ല എൻ്റെ അർത്ഥം. പട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ നാൽക്കാലികളെയും പട്ടി എന്നാണ് പറയുക. അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഈ പട്ടിവാരം എന്ന് പറയുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ. അത് പട്ടിയെ വളർത്തുന്നവൻ കൊടുക്കേണ്ടതല്ല, നാൽക്കാലികളെ വളർത്തുന്നവൻ, അതായത് പശുവിനെയും പിന്നെ പോത്തിനെയും വളർത്തുന്നവൻ കൊടുക്കേണ്ടത്. അപ്പൊ പടിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അതിന് പട്ടി എന്ന് പറയുക. നാൽക്കാലികളെല്ലാം പടിഞ്ഞാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അതിന് പട്ടി. ഈ പട്ടിയുടെ വേറൊന്നുണ്ട്. നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോൾ പട്ടി മൂത്രം ഒഴിക്കാൻ കണ്ടാൽ പുളിയെ നോക്കി തുപ്പണം, അടി കിട്ടും എന്നൊരു വിശ്വാസം. പട്ടി കാഷ്ടിക്കുന്നത് കണ്ടാൽ പായസം കിട്ടും. ഇത് കുട്ടികൾ സൃഷ്ടിച്ചതല്ല. പട്ടി മൂത്രം ഒഴിക്കുന്നത് കണ്ടാൽ ലക്ഷണക്കേട് എന്ന് വലിയ ആളുകളുടെ ഇടയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിനെയാണ് കുട്ടികൾ ഈ ലക്ഷണക്കേടിനെ, കുട്ടിയുടെ ലക്ഷണക്കേട് എപ്പോഴും അടിയാണ്. അവൻ പരീക്ഷ ജയിക്കുക എന്നുള്ളതിനേക്കാളേറെ അവൻ അടി കിട്ടായിരിക്കും ദൈനംദിന കാര്യമാണ്. അപ്പോ കുടുംബത്തിലെ ദൈനംദിന കാര്യങ്ങൾ താറുമാറാക്കുമെന്ന് രക്ഷകർത്താക്കളും കുട്ടി കണ്ടാൽ കുട്ടിക്ക് അടി കിട്ടുമെന്ന് കുട്ടിയെ വിശ്വസിച്ചു. അത് രക്ഷകർത്താക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ അന്ധവിശ്വാസം. അതെ. ഇനി അതിന് പരിഹാരമുണ്ട്. എന്താ പരിഹാരം? കല്ലെടുത്തെറിഞ്ഞ പട്ടിയെ വിളിപ്പിക്കുക. പട്ടി മോങ്ങിക്കൊണ്ട് പോയാൽ അടി കിട്ടൂല. ഈ പുളിയിൽ നോക്കി തുപ്പിയാലോ? അതെ.
അതുപോലെ ഈ കുർണി വിളിക്കുന്നത് കുറിന് വിളിക്കുന്നത്, ഭയങ്കര വിശ്വാസമാണ്. അതെ അതെ, കുറിന് അതുപോലെ കാക്ക മറ്റേ വിരുന്ന് വിളിക്കുന്നത്, കാക്ക വിരുന്ന് വിളിക്കുന്നത്, കാക്ക വിരുന്ന് വിളിച്ചാൽ വിരുന്ന് വീട്ടിൽ വരും. ലക്ഷണ ശാസ്ത്രത്തിലാണ് ഇതെല്ലാം പറയുന്നത്. ലക്ഷണ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അതിനകത്താണ്. അതിൽ ഉപ്പൻ വന്നിരുന്നാൽ ഐശ്വര്യദായകമാണ്. ഉപ്പൻ എന്ന് പറയുന്ന അറിയാൽ, അത് വന്നിരുന്നാൽ ഐശ്വര്യദായകമാണ് എന്ന് പറയാറുണ്ട്. പൂച്ച വന്നു കയറിയാൽ ഐശ്വര്യദായകമാണ്. പൂച്ച പെറ്റു കിടന്നാൽ ഐശ്വര്യദായകമാണ്. പട്ടി പെറ്റാ ദോഷവുമാണ്. അതപ്പോ ഒരു മനുഷ്യനുമായി എപ്പോഴും ചേർന്ന് നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പട്ടിയാണ്. അത് മാത്രമല്ല, പട്ടിയെ കുറിച്ച് വേറൊന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു മുടിഞ്ഞ വീട് എന്ന് നമ്മൾ പറയാറുണ്ട്. ആള് താമസമില്ല, നശിച്ച് നാരായണകല്ലുതം. ആ വീടിന് മറ്റൊരു പ്രയോഗമുണ്ട്, പട്ടി പെറ്റ് കിടക്കുന്ന വീടെന്ന് പറയുന്നത് മുടിഞ്ഞ വീട്. അതല്ലേ ചില മുസ്ലിം വിഭാഗങ്ങൾക്ക് പട്ടി ഹറാമാണ്. അതും പട്ടി അല്ല, ബ്രാഹ്മണർക്ക് ഹറാമാണ്. ബ്രാഹ്മണർ പട്ടി, ഒരു ബ്രാഹ്മണ ഇല്ലങ്ങളിലും പട്ടിയെ വളർത്താറില്ല. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ രാജാ രവി റഹ്മാൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ദേ അച്ഛൻ വരുന്നു എന്നാണ് അതിന്റെ പേര്. ഒരു അമ്മയും കുഞ്ഞും. ആദ്യം വരയ്ക്കുമ്പോൾ അതിന്റെ കൂടെ പട്ടിയില്ലായിരുന്നു. ഇത് യൂറോപ്പിൽ ചിക്കാഗോയിലോ മറ്റോ ആണ്. ഇത് മത്സരത്തിന് അയക്കുമ്പോൾ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പട്ടി വളരെ അപ്പൊ അത് ആരോ അദ്ദേഹത്തിന് ഉപദേശിച്ചു, ഒരു പട്ടിയെ കൂടെ, ഒരു പോമറേനിയൻ പട്ടിയെ കൂടെ വരച്ചു. അങ്ങനെ അദ്ദേഹം പട്ടിയെ കൂടെ വരച്ചു ചേർത്താണ് അത് അയച്ചത്. അത് അയച്ച അവിടെ ഞാൻ അതിന് സമ്മാനം കിട്ടി. ദേ അച്ഛൻ വരുന്നു എന്നാണ് അതിന്റെ, ദ ഫാദർ കംസ് എന്നോ മറ്റോ ആണ് അതിന് കൊടുത്ത പേര്. പക്ഷെ ഈ ചിത്രം മത്സരത്തിൽ വിജയിയായി തിരിച്ചു വന്നപ്പോൾ ഇത് കൊട്ടാരത്തിൽ വയ്ക്കാൻ അനുവദിച്ചില്ല എന്ന് കേൾക്കുന്നു. കാരണം പട്ടിയുടെ പടം വരച്ചത് കൊണ്ട് അത് കൊട്ടാരത്തിൽ, കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് അനുവദിച്ചില്ല എന്നൊരു, ശരിയാണോ എന്നറിയില്ല, ഇങ്ങനെയുണ്ട്. അപ്പൊ പട്ടി അത്ര നികൃഷ്ടമായിട്ടാണ് ഇവിടുത്തെ ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങൾ കണ്ടിരുന്നത്. അല്ല, അങ്ങനെ ഒരു അന്ധവിശ്വാസം അന്ധവിശ്വാസം തന്നെയാണ്.